എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിൽ സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ നിലവിലുള്ള ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ചെറിയ സോളാർ ചാർജ് കൺട്രോളർ, അതായത് സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോളർ. അപ്പോൾ ഇതൊരു ചെറിയൊരു ബോർഡാണ്. ഈ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ആ ബോർഡ് നിങ്ങളുടെ ഇൻവെർട്ടറിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നതാണ്. ആ ഒരു ചാർജ് കൺട്രോളർ ബോർഡ്, അതായത് സീറോ ഡ്രോപ്പ് ചാർജ് കൺട്രോളർ ബോർഡ് എങ്ങനെയാണ് A to Z അസംബിൾ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയാണിത്. ആ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ച് തന്നെ ഇതൊരു പ്രോഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ചാർജ് കൺട്രോളറാണ്. ചാർജ് കൺട്രോളർ പൊതുവെ എല്ലാം തന്നെ പ്രോഗ്രാം ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ പ്രോഗ്രാം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ICയിൽ റൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെറിയ ബോർഡിൽ വരുന്ന പിക് IC 14 ലെഗുള്ള IC ആണ്, അതായത് 16F676 ആണ്. അപ്പോൾ ഈ വീഡിയോ വളരെ ലെങ്ത് കൂടിയതായതുകൊണ്ട് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ A to Z രൂപം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളിനി ഇതിൻ്റെ 1ാം ഭാഗമാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ 1ാം ഭാഗം പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഇതിൻ്റെ തുടർ ഭാഗമായിട്ടുള്ള 2ാം ഭാഗവും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലൊന്നും കടക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സീറോ ഡ്രോപ്പിന്റെ ഒരു ഫെറോ കോപ്പി ചിത്രം. PCB4 സീറോ ഡ്രോപ്പ് സോളാർ ചാർജ് കൺട്രോളർ. നമുക്ക് ഇതിൽ വരുന്ന പാർട്സുകളൊന്ന് പരിചയപ്പെടാം. ഇതിന്റെ പ്രധാന പ്രോഗ്രാം IC ആയ പിക്ക് 6F676 ആണ് ഇവിടെ വരുന്നത്. 14 പിന്നിന്റെ IC ആണിത്. കൂടാതെ ഇതിൽ വരുന്നത് 817ന്റെ 4 ലെഗിന്റെ IC ഉണ്ട്. കൂടാതെ ഇവിടെ 7805ന്റെ ഒരു റെഗുലേറ്റർ IC ഉണ്ട്. ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. IN4007 ആണ്. ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള 2 പിൻ RMC മെയിൽ കണക്ടർ ഉണ്ട്. 3 LED ലൈറ്റുകളുണ്ട്, ഗ്രീൻ, റെഡ്, യെല്ലോ. അടുത്തതായിട്ട് ഇതിൽ വരുന്നത് BC 548ഉം BC 558ഉമായ 2 ട്രാൻസിസ്റ്ററുകളാണ് ഇവിടെ വരുന്നത്. കൂടാതെ 104ന്റെ ഡിസ്ക് കപ്പാസിറ്റർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ഐറ്റമായ മോസ്ഫെറ്റ് സൈഡാണിത്. IRFB 7545 എന്ന നമ്പറുള്ള മോസ്ഫെറ്റ് ആണ് ഇവിടെ വരുന്നത്. അത് നിങ്ങളുടെ ആംബിയറിനനുസരിച്ച് ഇവിടെ ഇട്ടാൽ മതിയാകും. ഇതിപ്പോ 40 ആംബിയറിനാണെങ്കിൽ ഈ ഭാഗത്ത് 4ഉം ഈ ഭാഗത്ത് 4ഉം അങ്ങനെ 8 എണ്ണം ഇടുക. അതേപോലെ 30 ആംബിയർ ആണെങ്കിൽ 3ഉം ആയിട്ട് 6 എണ്ണം ഇടുക. 20 ആംബിയർ ആണെങ്കിൽ 2ഉം 2ഉം 4 എണ്ണം ഇടുക. ഇപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്തു വരുന്നത് 30 ആംബിയർ. അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് 40 ആംബിയർ വേണമെങ്കിൽ 40 ആംബിയർ ചെയ്യാം. നമ്മളിവിടെ 40 ആംബിയറിന്റെ ബോർഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 4 8 മോസ്ഫെറ്റ് ആണ് വരുന്നത്. ഇതിൽ MFR റെസിസ്റ്റർ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സെറ്റപ്പ് സ്വിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചാണിത്. കൂടാതെ ഇവിടെ ഒരു 41 48 എന്ന് പറയുന്ന ഡയോഡുകളുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന PCB. ഈ PCBയുടെ സെയിം ഫെറോ കോപ്പിയാണ് ഈ കാണുന്നത്. അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഐറ്റത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സീറോ ഡ്രോപ്പ് കൺട്രോളറിന്റെ പാർട്സ് ലിസ്റ്റ് ഫോർ സീറോ ഡ്രോപ്പ് സോളാർ ചാർജ് കൺട്രോളർ 20 30 40 ആംബിയർ. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മോസ്ഫെറ്റ് കുറച്ചാൽ ഇതിന്റെ ആംബിയർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമുക്ക് റെസിസ്റ്ററുകളൊന്ന് നോക്കാം. 100 ohms 8 എണ്ണം, 47K 1 എണ്ണം, 10K 5 എണ്ണം, 4K7 2 എണ്ണം, 330 ohm 1 എണ്ണം, 3K3 2 എണ്ണം, 1K 1 എണ്ണം, 82K 1 എണ്ണം, 56K 1 എണ്ണം. ഡയോഡാണ് വരുന്നത്. IN4007 ഒരെണ്ണം, IN4148 4 എണ്ണം. സെനറാണ് 5 വോൾട്ട് 1 വാട്ടിന്റെ ഒരെണ്ണം. പിന്നെ IC ബേസ് 8 ലെഗിന്റെ ഒരെണ്ണം. IC ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് മാറിപ്പോയാണ്. 817ന്റെ IC ആണ് ഒരെണ്ണം വരുന്നിരിക്കുന്നത്. ബാക്കി ഹീറ്റ് സിങ്ക് ഇതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ സിങ്ക് ഞാൻ വെട്ടുകയാണ്. ട്രാൻസിസ്റ്ററുകൾ 548
ഒരെണ്ണം, 558 ഒരെണ്ണം. മോസ്ഫെറ്റ് IRFB 7545, അത് ആംബിയറിനനുസരിച്ച് നമ്പറുകൾ ഇടുക. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 10VF 25 വോൾട്ടിന്റെ ഒരെണ്ണം, 47 63 വോൾട്ടിന്റെ ഒരെണ്ണം. ഈ 817 തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിക് IC, പിന്നെ പ്രോഗ്രാം IC ആണ് 676 ആണ് ഒരെണ്ണം. ഒരു ചെറിയ മൈക്രോ കൺട്രോൾ സ്വിച്ച് ഇതിന് ആവശ്യമുണ്ട്. 2 പിൻ RMC കണക്ടർ വേണം. LED റെഡ്, യെല്ലോ, ഗ്രീൻ 3 ആണ് വേണ്ടത്. 3 ജമ്പറുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ ഓർഡർ പ്രകാരമാണ്. ആദ്യം ജമ്പറുകൾ ഇടുക, അതിനുശേഷം ചെറിയ ഡയോഡുകൾ ഇടുക, വീണ്ടും റെസിസ്റ്ററുകൾ ഇടുക, പിന്നെ കപ്പാസിറ്ററുകളായ ഡിസ്ക് കപ്പാസിറ്റർ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, IC ബേസ്, 4 ലെഗിന്റെ IC, മോസ്ഫെറ്റ്, അങ്ങനെ A to Z സാധനങ്ങൾ ഓർഡർ പ്രകാരം തന്നെ ഇടുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അസംബിൾ ചെയ്യുമ്പോൾ ഇതൊന്നും എടുത്തു പറയാത്തത്, ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് നേരെ ഇതിലോട്ട് ഓരോന്നായിട്ട് എടുത്ത് സോൾഡർ ചെയ്ത് പോകാവുന്നതാണ്. അധികം കമ്പോണൻറ്റുമില്ല.
ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു സീറോ ഡ്രോപ്പ് സോളാർ ചാർജ് കൺട്രോളർ A to Z PCBയിൽ അസംബിൾ ചെയ്ത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാവുന്ന തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഈ രണ്ടാം ഭാഗത്തിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.